ജൂലൈ 17 ബുധനാഴ്ച. മത്തായി 11-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ അച്ഛൻ്റെ അടുക്കൽ വന്നു. പകൽ സമയത്ത് താൻ ചെയ്ത ഒരു തെറ്റ് ആ കുട്ടി രാത്രിയായപ്പോൾ അച്ഛനോട് ഏറ്റുപറഞ്ഞു. എന്നിട്ട് പപ്പയുടെ കാൽക്കൽ മുട്ടുകുത്തി കുട്ടി കൈകൂപ്പി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമേ, എന്നെ എൻ്റെ പപ്പയെപ്പോലെ ബുദ്ധിമാനും ശക്തനുമാക്കുക. അങ്ങേക്ക് അത് കഴിയുമെന്ന് എനിക്കറിയാം. നിഷ്കളങ്കമായ ഈ പ്രവൃത്തി കുട്ടിയുടെ അച്ഛനെ വല്ലാതെ സ്പർശിച്ചു. തൻ്റെ ആഴത്തിലുള്ള പരിമിതികളെക്കുറിച്ചും കുട്ടിയുടെ ഉയർന്ന പ്രതീക്ഷകളെക്കുറിച്ചും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നെ കുട്ടി ഉറങ്ങിയപ്പോൾ അദ്ദേഹം കട്ടിലിനരികിൽ മുട്ടുകുത്തി തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തല താഴ്ത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ ഈ കുഞ്ഞിനെ പോലെ ഒരു നിഷ്കളങ്കനാക്കി മാറ്റണമേ. ആത്മാർത്ഥമായ വിശ്വാസത്തോടെ നിന്നിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേക്ക് അത് കഴിയുമെന്ന് എനിക്കറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, പഠിതാക്കൾക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് ദൈവത്തിൻ്റെ നന്മയെയും കൃപയെയും അവിടുന്ന് സ്തുതിക്കുന്നു. കുട്ടികളെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് വിവരിക്കുക? ഈ വ്യക്തികൾക്കുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ലോകത്ത് സാധാരണഗതിയിൽ ജ്ഞാനികളായവരെയും പഠിച്ചവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ പലതരത്തിലുള്ള ജ്ഞാനമുണ്ട്. അനേക വർഷത്തെ പഠനത്തിലൂടെയും മനനത്തിലൂടെയും ലഭിക്കുന്ന ജ്ഞാനമുണ്ട്. മറ്റു മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പഠിക്കുന്ന തെരുവ് ജ്ഞാനമുണ്ട്. ജീവിതത്തിൻ്റെ നിഗൂഢതയെ അനുദിനം അയവർക്കുന്നതിലൂടെ നാം പഠിക്കുന്ന ജ്ഞാനമുണ്ട്. നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ദൈനംദിന അനുഭവത്തിൽ നിന്ന് ഞാൻ ശേഖരിക്കുന്ന ജ്ഞാനത്തെ വിലമതിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ടോ? നാം ശിശുക്കളാകാൻ യേശു ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ശിശുക്കളെ പോലെ ആയിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഒരു ശിശുവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിഷ്കളങ്കത, വിശ്വാസം, അല്ലെങ്കിൽ സുതാര്യത, അതോ ലോകത്തിലെ സൗന്ദര്യവും സന്തോഷവും കാണാനുള്ള കഴിവ്? നിങ്ങൾ ഏത് പ്രായക്കാരനായാലും ആരായാലും കുട്ടികളെപ്പോലെ കളിക്കാൻ ഉള്ള ഒരു ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമയാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളെ ശിശു സമ്മാനനാകാൻ ക്ഷണിക്കുകയാണ്. ബാലിശമായ കുട്ടിത്വമല്ല, പിന്നെയോ ആന്തരികമായ നിഷ്കളങ്കതയുടെ ശിശുക്കളാകാൻ. നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയെ പുറത്തു വരാൻ അനുവദിക്കുക. നിങ്ങളുടെ ദിവസം കൂടുതൽ ശാന്തവും ആസ്വാദ്യകരവും സമാധാനപരവുമാണെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.